എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന അടിപൊളി ടേസ്റ്റുള്ള ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോയത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നമ്മളുടെ അടിപൊളി ടേസ്റ്റുള്ള ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാവേ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ഇടത്തരം ഉരുളക്കിഴങ്ങാണ്. അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു പകുതി സവോള എടുത്തിട്ടുള്ളത്, അതും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയാണ് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുവാണേ. അതിന് ശേഷം നമുക്ക് കറിവേപ്പില ഒന്ന് പൊട്ടി വരുന്ന സമയം കൊണ്ട് ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുക. 1.5 ടീസ്പൂണോളം ചതച്ച മുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് മെഴുകുപുരട്ടിയൊക്കെ വെക്കുമ്പോൾ ഒരുമാതിരി നല്ല എരിവ് വേണം, അപ്പോഴാണ് മെഴുക്കുവരട്ടിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും സവോളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണേ. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല, ഈ ചതച്ച മുളക് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഇനി വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കരുത്. നമ്മൾ ഈ എണ്ണയ്ക്കകത്ത് തന്നെ കിടന്ന് ഈ ഉരുളക്കിഴങ്ങൊന്ന് ഫ്രൈ ആയി വരണം. അപ്പോഴാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വല്ലാതെ അങ്ങ് കുഴഞ്ഞത് ഒരു ടേസ്റ്റ് ഇല്ലാത്ത രീതിയിലായി വരും. ഇങ്ങനെയാകുമ്പോൾ എണ്ണയ്ക്കകത്തും ഈ മുളകിനകത്തും ഒക്കെ കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പം അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊന്ന് ഇത് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൂടി നമ്മൾ വേവിക്കാൻ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തീരെ കുറച്ച് വേണം വെക്കാനായിട്ട്. കാരണം നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണോളം ചതച്ച കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുരുമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടിക്ക് നല്ല അടിപൊളി ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഞാൻ പിന്നെയും ഒന്ന് മൂടി വെക്കുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്കിനി ഇത് നിരത്തി ഇട്ട് കൊടുക്കണം. കാരണം ഈ എണ്ണയ്ക്കകത്തും ഈ മുളകിനകത്ത് കിടന്നൊക്കെ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. ഇനിയെ ഇപ്പോൾ നമ്മുടെ കിഴങ്ങ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്രൈ ആയി വരാനായിട്ട് നമുക്കൊന്നിത് നിരത്തി ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണേ. അപ്പം അടിയിലൊന്നും പിടിക്കാതെ എല്ലാ ഭാഗവും ഒരേപോലെ ഫ്രൈ ആയി വരും കേട്ടോ. ഇപ്പം കണ്ടോ, നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള നല്ല സൂപ്പറായിട്ടുള്ള ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. ചൂട് കഞ്ഞിയുടെ കൂടെയൊക്കെ ഒരു അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മെഴുക്കുവരട്ടിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും ചെറിയ വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.